നമസ്കാരം, ഋഷിയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം ഞാനിന്ന് പോകുന്ന സ്ഥലം ഒരു പ്രത്യേകതര സ്ഥലമാണ്. കാരണം ഒരു റെയിൽവേ ചെരിഞ്ഞിങ്ങനെ പോകുന്ന റെയിൽവേയിലേക്കാണ് കേട്ടോ ഞാനിന്ന് പോകുന്നത്. ഇത് സ്ഥലം പിനാങ്ങാണ്. പിനാങ് ഹില്ലിൽ ഒരു റെയിൽ നേരെ നമ്മൾ ഇങ്ങനെ ഒരു 27 ഡിഗ്രി സ്റ്റീപ്പിലാണ് കേട്ടോ ഇത് പോകുന്നത്. അങ്ങനെ ഒരു ട്രെയിനിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ലിഫ്റ്റ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളാണ് കേട്ടോ എനിക്ക് ലിഫ്റ്റ് തന്നത്. വാട്ട്സ് യുവർ നെയിം? ജാഗ് എന്നാണ് കേട്ടോ ആളുടെ പേര്. ആളും ആ റൂട്ടിലേക്കാണ് പോകുന്നത്. കുറച്ച് നടക്കാനുണ്ട്, എന്നാലും ആളൊരു 1 കിലോമീറ്റർ ഇപ്പറ എന്നെ ഡ്രോപ്പ് ഇടും. താങ്ക് യു സോ മച്ച്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെനാങ് ഹില്ലിലാണ് കേട്ടോ. പെനാങ് ഹില്ലെന്ന് പറയുന്നത് ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ട്രെയിൻ ഉണ്ട്. അതായത് ഏറ്റവും വേൾഡിലെ തന്നെ സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള 27.9 ഡിഗ്രിയിൽ സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള പെനാങ് ഹില്ലിലാണ് കേട്ടോ. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഹൈക്കിംഗ് പോയിൻ്റാണ്. അങ്ങനെ ഞാനിപ്പോൾ പെനാങ് ഹില്ലിൻ്റെ ട്രെയിൻ തുടങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. ഏറ്റവും ലോവർ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് അകത്തേക്ക് പോയിട്ട് ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ടിക്കറ്റ് ഫെയർ ആണ് കേട്ടോ. ഇൻ്റർനാഷണൽ ആൾക്കാർക്ക് വേറെ ടിക്കറ്റ്, ഇവിടുത്തെ നേറ്റീവ്സിന് വേറെ ടിക്കറ്റാണ് കേട്ടോ. നമുക്ക് കമ്പാരിറ്റീവ്ലി പ്രൈസ് കൂടുതലാണ്. ഇപ്പോൾ സമയം ഏകദേശം 4:30 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ തിരക്ക് കുറവാണ്. ഇവിടെ പ്രയോറിറ്റി ലൈനും ഉണ്ട്, നോർമൽ ലൈനും ഉണ്ട്. ഞാൻ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ നോർമൽ ലൈനാണ് പോയത്. പ്രയോറിറ്റി ലൈനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇവിടുന്ന് തന്നെ എനിക്ക് പോയി വരാനുള്ള ടിക്കറ്റ് കിട്ടി കേട്ടോ. 30 റിങ്കറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഏകദേശം 500 രൂപയാകും. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മാത്രമേ നമ്മുടെ ഇന്ന് കാർഡും ഫോൺ പേയും കാര്യങ്ങളൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ. മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ റേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ ക്യാഷ് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക, മാക്സിമം ഇവിടെ നിന്ന് തന്നെ പോയി വരാനുള്ള ടിക്കറ്റ് എടുത്തിട്ട് പോവുക കേട്ടോ. നമുക്കിവിടെ മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രം ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ചാണെങ്കിൽ നടന്നു വരാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇവിടെയുണ്ട്. പോകുന്ന വഴിക്ക് മുഴുവൻ നേച്ചർ റിസർവ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫ്ലോറയും ഫോണയൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചെരിഞ്ഞ ട്രെയിനിൽ കയറാനുള്ള ആഗ്രഹത്തോടെയാണ് ഇതിൽ വന്നത്. ഉള്ളിൽ തന്നെ ഇരുവശങ്ങളിലും ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റും, ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ ചിത്രീകരിച്ചും എഴുതിയും ഒക്കെ ഇട്ടിരിക്കുന്നത്. ടിക്കറ്റ് നമ്മളിവിടെ സ്കാൻ ചെയ്തിട്ട് വേണം കേട്ടോ അകത്തേക്ക് കയറാൻ. എടുക്കുന്ന ടിക്കറ്റ് നമ്മൾ ഒരു കാരണവശാലും കളയാൻ പാടില്ല. കാരണം നമ്മൾ ഉള്ളിലേക്ക് കയറാനും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. പിന്നെ ഇവിടെ പുകയില വിരുദ്ധമാണ് കേട്ടോ. വെയ്പ്പിങ്ങോ സ്മോക്കിങ്ങോ ഒന്നും ഇവിടെ പറ്റില്ല. പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ വലിയൊരു മാപ്പ് കാണാം. ഉള്ളിലൂടെ തന്നെ അതൊക്കെ കണ്ട് കുറേ നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം ഞാൻ ട്രെയിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അവിടെ ആളുകളെയൊക്കെ വിളിച്ച് ആൾക്കാർ കയറ്റുന്നുണ്ട് കേട്ടോ. കാരണം നിശ്ചിതമായ ആൾക്കാരാണ് ഓരോ സ്ഥലത്തും കയറുന്നത്. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ട്രെയിൻ സർവീസ് ഉണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ട്രെയിൻ തന്നെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ചെരിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കാണാനൊക്കെ. ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് ട്രെയിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ ബാക്ക് സൈഡ് തന്നെയാണ് തിരഞ്ഞെടുത്തത്. കാരണം എനിക്ക് വ്യക്തമായിട്ടെല്ലാം കാണാൻ പറ്റുന്നത് ഇവിടെയാണ്. ചെരിഞ്ഞ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ ഒരു 27.9 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ്. ട്രെയിൻ അങ്ങനെ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വളരെ പതുക്കെയാണ് ഇപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 4.5 കിലോമീറ്റർ ഉണ്ട്. 4.5 മിനിറ്റ് കൊണ്ട് അങ്ങ് എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഇരുവശങ്ങളിലും കൈ പിടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം ചെരിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കൊക്കെ വെയിറ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഒരു റെയിൽവേ പാളം മാത്രമേ ഉള്ളൂ. 2 റെയിൽവേ പാളങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഏകദേശം 100 വർഷം പഴക്കമുള്ള റെയിൽവേയിലൂടെയാണ് കേട്ടോ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ മെയിൻ്റെനൻസ് ഒക്കെ കൊണ്ടായിരിക്കണം. പുതിയ റെയിൽവേ പോലെയാണ്. അതിൻ്റെ ഒരു പഴക്കമോ കാര്യങ്ങളോ ഒന്നും ഇവിടെ പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഇതാ നേരെ ഒരു സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇതാണ് കേട്ടോ ആദ്യത്തെ സ്റ്റേഷൻ. വേണമെങ്കിൽ നമുക്കിവിടെ ഇറങ്ങിയിട്ട് നടന്ന് കയറി പോകാം. പക്ഷെ ഞാൻ ഇറങ്ങുന്നില്ല. ഏകദേശം സമയം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു പാളം മാത്രമല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് 2 പാളങ്ങളുണ്ട്. കാരണം 2 ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു സജ്ജീകരണം അവർ ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും ഇവർ രാവിലെ തന്നെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തും കേട്ടോ. കാരണം ഇൻക്ലൈൻഡ് ആയിട്ട് പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ സുരക്ഷ ഇവർ ഉറപ്പ് വരുത്തും. മാത്രമല്ല ഒരു ഹിൽ ടോപ്പിലേക്കുള്ള ട്രെയിൻ ആയതുകൊണ്ട് തന്നെ തുരങ്ക പാതകളും ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. അത് വളരെ ചെറിയ പാതയാണ് കേട്ടോ. നല്ല രസമാണ് ഇതിനുള്ളിലൂടെ പോകുന്ന കാണാൻ. അതിനുള്ളിൽ വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവസാനം പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇതാണ് ഇവരുടെ ടോപ്പ് സ്റ്റേഷൻ, ഇവരുടെ അവസാനത്തെ സ്റ്റേഷൻ ഇതാണ് കേട്ടോ. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ തന്നെ എന്നെ സെക്യൂരിറ്റി വിളിച്ച് മുകളിലേക്ക് കയറ്റുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് അവസാനത്തെ സ്റ്റേഷനിൽ എത്തുമ്പോഴെങ്കിലും ഈ ട്രെയിൻ നേരെ നിൽക്കുമെന്നാണ്. പക്ഷേ അപ്പോഴും ഇൻക്ലൈൻഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ ട്രെയിൻ നിൽക്കുന്നത്. കയറുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം എന്ന് പറഞ്ഞ ബോർഡൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ഞാനൊരു കൊറിഡോറിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിൽ ടോപ്പിലായതുകൊണ്ട് തന്നെ ഏറ്റവും പൊക്കത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്.
പെനാങ് ഹില്ലിൽ നമുക്ക് ഇതുപോലൊരു 40ഓളം ബ്രിട്ടീഷ് ഗസ്റ്റ് ഹൗസുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിന് കാരണം മലേഷ്യയിലെ താപനില കൂടുതലായതുകൊണ്ട് അവരൊക്കെ ഇവിടെയാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ഞാൻ ആ ഇടനാഴിയിലൂടെ നടന്ന് പുറത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ടൂറിസ്റ്റുകളെ മാത്രമാണ്, അല്ലാതെ നമുക്ക് ഇവിടുത്തെ ലോക്കൽസിനെ ഒന്നും കാണാൻ കഴിയില്ല. കാരണം ഈ സ്ഥലം ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുഴുവൻ ടൂറിസത്തിനെ മാത്രമാണ്, വേറൊരു വീടുകളോ അങ്ങനത്തെ ഗ്രാമങ്ങളോ ഒന്നുമില്ല. കാരണം ഇവിടേക്ക് ട്രെയിനിൽ വരാൻ തന്നെ നമുക്ക് നല്ല പൈസയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ മെയിനായിട്ട് ടൂറിസ്റ്റുകളെ മാത്രം കേന്ദ്രീകരിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. രണ്ട് വശങ്ങളിൽ നമുക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കൃത്യമായിട്ട് സൈൻ ബോർഡുകളൊക്കെ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് പോകാനൊക്കെ ആയിട്ട്. അധികം ദൂരമൊന്നുമില്ല കേട്ടോ, നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ എല്ലാ സ്ഥലത്തേക്കും. അങ്ങനെ പോകുന്ന വഴികളിലൊക്കെ ഇവരുടേതായ രീതിക്ക് പൈസ പിരിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ അവർ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളെ കയറ്റുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇവരുടെയൊക്കെ കൂടെ പോകുന്നുണ്ട്, ഇവരൊക്കെ വിളിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ. പെനാങ് ഹില്ല് മുഴുവനായിട്ട് കാണാനായിട്ട് ഇവർ ബൈനോക്കുലറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റിങ്കറ്റ് ക്യാഷായിട്ട് തന്നെ ഇതിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 മിനിറ്റ് പെനാങ് ഹില്ല് മുഴുവനായിട്ട് കാണാൻ പറ്റും. ഇത് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ബൈനോക്കുലറിൽ കാണുന്നത്. ഞാൻ എൻ്റെ ഫോണിൽ തന്നെ സൂം ചെയ്തെടുക്കാൻ നോക്കിയതാണ്. അങ്ങനെ നമുക്ക് ഈ പെനാങ് ദ്വീപ് മുഴുവനായിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അതുമാത്രമല്ല ഇവർ കൃത്യമായിട്ട് അതിനുള്ളിലൂടെ നോക്കിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നോക്കി നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഒരു 3-4 സ്കൈ വോക്കുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പ്രകൃതിയായിട്ടൊക്കെ ഇണങ്ങി നിൽക്കുന്നവർക്ക് വരാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ പെനാങ് ഹില്ല്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ അധികം മൃഗ പക്ഷി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കുറേ അധികം റെയർ സ്പീഷീസ്, എക്സ്റ്റിങ്റ്റ് ആയി പോകാനിരിക്കുന്ന കുരങ്ങുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇവിടുത്തെ വ്യൂവിനെ പറ്റി പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ സമയം ഏകദേശം രാത്രി 6:30 മണിയായിട്ടുണ്ട്. എന്നാലും ഇവിടെ വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. ഇവരാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്റ്റിങ്റ്റ് ആയി പോകാനിരിക്കുന്ന റെഡ് ലിസ്റ്റിലുള്ള കുരങ്ങന്മാർ. ഇവരുടെ പേര് ഡസ്കി ലീഫ് മങ്കി എന്നാണ്. ഇവരുടെ കണ്ണുകളൊക്കെ കാണാൻ വേണ്ടി പ്രത്യേക ഒരു രസമാണ് കേട്ടോ. ഇവിടെ കുറേ അധികം ഇങ്ങനത്തെ കുരങ്ങന്മാരുണ്ട്. മലേഷ്യയിലും തായ്ലൻഡിലും മാത്രമാണ് കേട്ടോ ഇവയെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ട് കേട്ടോ. ഈ റയറസ്റ്റ് സ്പീഷീസ് മങ്കികളുടെ ഒരു വിവരണം തന്നെ ഇവർ ബോർഡുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനെയൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിലവിൽ. ഇവിടെ ചെറിയൊരു പോലീസ് സ്റ്റേഷൻ കൂടി ഉണ്ട് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയാണ്. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ഗോൾഫ് കാർട്ടുകളും അവൈലബിൾ ആണ് കേട്ടോ. അതിൽ ഇവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാനൊക്കെ സാധിക്കും. പെനാങ് ഹില്ലിലെ ഏറ്റവും മനോഹരമായ ആകർഷണമാണ് കേട്ടോ ഇത് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാബിറ്റാറ്റിലെത്തും. പെനാങ് ഹില്ല് മുഴുവൻ ഈ സ്കൈ വോക്കിന് മുമ്പിൽ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. ഈ കാണുന്ന പടം പോലെ തന്നെയാണ് ഉള്ളിലുള്ളത്. സമയപരിധി വരുന്നത് രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെയാണ് കേട്ടോ. പക്ഷേ വൈകിട്ട് 5:30 കഴിഞ്ഞാൽ അകത്തേക്ക് എൻട്രി ഇല്ല. കുറച്ച് എക്സ്പെൻസീവ് ആണ്. 60 റിങ്കറ്റോളം വരുന്നുണ്ട്. അതായത് ഇന്ത്യൻ റുപ്പി 1000 രൂപ വരും കേട്ടോ. ഭക്തജനങ്ങളാണ് കേട്ടോ കൂടുതലും ഇവിടെയൊക്കെ സന്ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഒരു അമ്പലമുണ്ട്. അമ്പലം തിരുമുരുകൻ്റെയാണ് കേട്ടോ. ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഇരുന്ന് പൂജ ചെയ്യുന്നുണ്ട്. അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു പാർക്കുണ്ട് പിള്ളേർക്കൊക്കെ കളിക്കാനായിട്ട്. അതിൻ്റെ മുകളിൽ തന്നെ ഒരു മുസ്ലിം പള്ളിയും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിറായ് മസ്ജിദ് എന്നാണ് കേട്ടോ ഈ പള്ളിയുടെ പേര് വരുന്നത്. പുറത്ത് കടകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പെനാങ് ഹില്ലിലെ ഏറ്റവും ഉയരത്തിലുള്ള സ്ഥലം ഇത് തന്നെയാണ്. ഈ പള്ളിയാണ് കേട്ടോ പെനാങ് ഹില്ലിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പരവതാനിയിൽ ഒരു ചെറിയ മുസ്ലിം പള്ളി വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് നിസ്കരിക്കാനും മറ്റുമുള്ള മുറികളൊക്കെ ഇവർ തന്നെ നൽകുന്നുണ്ട് കേട്ടോ. പിന്നെ ആർക്ക് വേണമെങ്കിലും ഉള്ളിലേക്ക് കയറാം, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെട്ടമൊക്കെ ചെറുതായിട്ട് മങ്ങി തുടങ്ങിയിട്ടുണ്ട്. ബിൽഡിങ്ങുകളിലെയൊക്കെ വെട്ടം വീണിട്ടുണ്ട്. പിന്നെ മുമ്പിൽ കാണുന്നത് ഈ ചെറുകരയെ മലേഷ്യയുമായിട്ട് ബന്ധിപ്പിക്കുന്ന നദിക്ക് കുറുകെയുള്ള വലിയ 2 പാലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഈ മലമുകളിൽ നിന്ന് ഞാൻ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. 9 മണി വരെയുള്ളൂ ട്രെയിൻ സർവീസ്. അതുകൊണ്ട് ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്തവണ ഞാൻ കയറിയത് ട്രെയിനിൻ്റെ ഡ്രൈവറിനൊപ്പമാണ് കേട്ടോ. ഞാൻ കയറിയതല്ല, നല്ല തിരക്കാണ്. അവസാനത്തെ ട്രെയിൻ സർവീസാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് സ്ഥലം കിട്ടിയത്. അങ്ങനെ ഞാൻ ഡ്രൈവറിനൊപ്പമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആളും നല്ല ടയേർഡാണ് കേട്ടോ. കാരണം 6 മണി തൊട്ട് വൈകിട്ട് 9 മണി വരെ ആൾ നിൽക്കുന്നതാണ്. ആൾ ഉറക്കത്തിൻ്റെ ഒരു ഘട്ടത്തിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആൾ ഉറങ്ങാൻ വേണ്ടി പോവാണ്. കണ്ണൊക്കെ തൂങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ 2-3 സ്ക്രീനും കുറച്ച് ബട്ടൺസും ഒക്കെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ആളോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിത് ആ ലാസ്റ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാനപ്പോൾ ഇറങ്ങുകയാണ്. എൻ്റെ കൂടെയുള്ള യാത്രക്കാരൊക്കെ ഇറങ്ങിപ്പോയി
പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിനാങ്ങിൽ വരുന്ന എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ, അതായത് മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അടിപൊളി ട്രെയിൻ സർവീസ് തന്നെയാണ് കേട്ടോ ഈ പിനാങ് ഹില്ലിലെ ട്രെയിൻ സർവീസ്. അങ്ങനെ എക്സിറ്റ് ബോർഡൊക്കെ നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ കണ്ടിട്ട് ഹോട്ടലാണെന്ന് കരുതി ഒരിടത്ത് വന്നതാണ്. അപ്പോൾ ദാ ഇവിടെ ക്യാബറെ ഡാൻസും ഫുഡും ഒക്കെ പുറത്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉള്ളിൽ കയറി ഫുഡ് ഓർഡർ ചെയ്യാൻ പോയപ്പോഴാണ് അറിഞ്ഞത് ഇത് വളരെ വിചിത്രമായ ആചാരങ്ങളുള്ള ഒരു അമ്പലമാണ് കേട്ടോ. അവിടെ ഇന്ന് ഉത്സവമാണ്. കുറേ നേരം ഞാൻ ഇവരുടെ ആചാരങ്ങളൊക്കെ നോക്കി നിന്ന് കേട്ടോ. വളരെ വ്യത്യസ്തമായ ആചാരങ്ങളുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത്. ആഭിചാര ക്രിയകളും മദ്യപാനവും പുകവലിയും ക്യാബറെ ഡാൻസൊക്കെ ആസ്വദിച്ചിരിക്കുന്ന 2 തലപ്പത്തിരിക്കുന്ന ആളുകളും പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്, അതിനുള്ളിൽ കുറച്ച് പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് കേട്ടോ. വളരെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ പിനാങ്ങിലെ മറ്റു വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.